കെഎസ്ആർടിസി ജീവനക്കാർ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. ജീവനക്കാരുടെ സംഘടനകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് സർക്കാർ. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, അവസാനം സമവായത്തിലെത്തിയിരിക്കുന്നു ചർച്ച. അവസാന ഘട്ടത്തിൽ വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സംഘടനാ നേതാക്കൾ ഉറച്ചു നിന്നിരുന്നത്. എപ്പോഴായിരുന്നു പണിമുടക്കിൽ നിന്നുള്ള പിന്മാറ്റം? എന്തൊക്കെയാണ് ചർച്ചയുടെ വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി, ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന കെഎസ്ആർടിസിയുടെ അനിശ്ചിതകാല പണിമുടക്കാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ സംയുക്ത സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം സംയുക്ത സമരസമിതി കൈക്കൊള്ളുന്നത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഓരോ ആവശ്യങ്ങളും അത് ന്യായമായി പരിഹരിക്കും, അതിനുള്ള ഒരു ഉറപ്പ് തന്നെയാണ് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ള ഓരോ ആവശ്യങ്ങളും, പ്രത്യേകിച്ചും CMDക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അതെല്ലാം പരിശോധിക്കും. ഒപ്പം തന്നെ ഇവരുടെ ഷിഫ്റ്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓരോ ആവശ്യങ്ങളിലും ന്യായമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പണിമുടക്ക് അത് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ഉച്ചയ്ക്കാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു പണിമുടക്ക് നടത്തുന്നത് തടഞ്ഞത്. പക്ഷെ അതിനെ ശേഷം ഇവർ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ഈ രീതിയിൽ യോഗം ചേരുകയും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് സമരം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ KSRTCക്ക് വലിയ പ്രതിസന്ധിയാകും ഈ സമരം വരുത്തിവെക്കുക. ഒപ്പം തന്നെ ജനങ്ങളെയും ഈ സമരം സാരമായി ബാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഘട്ടം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് സംയുക്ത തൊഴിലാളി യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചതും ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങൾ ന്യായമായി പരിഹരിക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഷിജ, ഒത്തിരി ആവശ്യങ്ങൾ സംഘടനാ നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. രാവിലെ ഹൈക്കോടതി പോലും ഇതിൽ പണിമുടക്കിൽ നിന്ന് പിന്മാറണം എന്നുകൊണ്ട് ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലായിരുന്നു ഇന്നത്തെ ചർച്ച. ഇനി തുടർന്നുള്ള ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും? ഏത് രീതിയിലുള്ള സമവായ ശ്രമമായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? ഏതായാലും നിലവിലിപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ന്യായമായി പരിഹരിക്കാം എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ തുടർ ചർച്ചകൾ നടക്കുന്നതായിരിക്കും. തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിൽ ഓരോ ആവശ്യങ്ങളിലും അതിൻ്റെതായ രീതിയിലുള്ളൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയിട്ടുള്ളത്. മന്ത്രി ആ രീതിയിൽ നൽകിയിട്ടുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ആരംഭിക്കാനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ചർച്ചകൾ ഏതായാലും വരും ദിവസങ്ങളിൽ നടക്കും എന്ന് തന്നെയാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളും അറിയിച്ചിട്ടുള്ളത്. കാരണം എല്ലാ ആവശ്യങ്ങളും ന്യായമായി പരിഹരിക്കും എന്നൊരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട് മന്ത്രി. അതേ തുടർന്നാണ് കാര്യങ്ങൾ ഇപ്പോൾ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ തന്നെ നമ്മളോട് പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. സംഘടനാ നേതാക്കൾ ഏറ്റവും അവസാന സമയം വരെ തങ്ങളുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകും, അതുകൊണ്ട് തന്നെ സമരം ഒരു അത്യാവശ്യ കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഏതൊരു ഘട്ടത്തിലായിരുന്നു ചർച്ച സമവായത്തിലേക്ക് എത്തിയത്? അല്ല, KSRTCയിലെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കന്മാരുമായി അവരുന്നയിച്ച പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തുകയുണ്ടായി. ആ ചർച്ചകൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തൊഴിലാളികളുടെ ന്യായമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിന് വേണ്ടിയാണ്. അവരോട് സർക്കാരിന് അങ്ങേയറ്റത്തെ അനുഭാവമാണുള്ളത്. നിയമത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം ഗൗരവത്തിൽ ഗവൺമെന്റ് ആലോചിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കരാറിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ കരാർ പുതുക്കുന്നതിനാവശ്യമായ ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള തീയതിയും നിശ്ചയിച്ച് സമയബന്ധിതമായ പരിപാടി സംബന്ധിച്ച നിർദ്ദേശമാണ് സർക്കാർ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവരോട് സമരം മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ അഭ്യർത്ഥന അവർ ഗവൺമെന്റിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാനിച്ചതിന്റെ ഫലമായിട്ടാണ് പണിമുടക്ക് മാറ്റിവെക്കാൻ അവരെടുത്ത തീരുമാനം. അത്തരമൊരു തീരുമാനമെടുത്ത ജീവനക്കാരെയും
ട്രേഡ് യൂണിയൻ സംഘടനകളെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. മിനിസ്റ്റർ, ശമ്പളം പരിഷ്കരിക്കുക, അതുപോലെ തന്നെ അശാസ്ത്രീയമായ ഷെഡ്യൂളിംഗും പരിഹരിക്കുക, അതുപോലെ തന്നെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, ഇത്തരം നിരവധി ആവശ്യങ്ങളാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത്. ഈ വിഷയങ്ങളിൽ ഇനി തുടർ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? അല്ല, പിരിച്ചുവിട്ട ജീവനക്കാർ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് എൻപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതെ അതെ. അപ്പൊ അതിനെപ്പറ്റിയുള്ള പ്രതികരണം, അവരോട് അനുഭാവപൂർണമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നാണ് സർക്കാരിന് വേണ്ടി ഞാൻ അവരെ അറിയിച്ചത്. ശരി മിനിസ്റ്റർ, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. KSRTC-കാർ ഇന്ന് രാത്രി മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുമായി മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ സമവായം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആവശ്യങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇതിനെല്ലാം സമയോചിതമായ രീതിയിൽ നടപടികൾ ഉണ്ടാകും എന്ന മന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സംഘടനാ നേതാക്കൾ സമരത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ നടപടികൾ കൈക്കൊള്ളണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനക്കൂട്ടമല്ല, രാജ്യത്തെ നിയമ സംവിധാനമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എല്ലാവരും സുപ്രീം കോടതി ഉത്തരവ് പാലിക്കണം. എന്നാൽ ഇതിന് വിരുദ്ധമായി പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ആൾ തന്നെ സുപ്രീം കോടതി ഉത്തരവിനെതിരെ പ്രതികരിക്കുന്നത് ലജ്ജാകരമെന്നും യെച്ചൂരി ട്വീറ്റ് ചെയ്തു. ശബരിമലയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ പദവിക്ക് ചേരുന്നതല്ല, മറിച്ച് RSS പ്രചാരകന് ചേരുന്നതാണ് മോദിയുടെ പ്രസംഗമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്നത് മോദിയുടെ സ്വപ്നം മാത്രമാണെന്നും മധ്യപ്രദേശിൽ അടക്കമുണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് ത്രിപുരയുടെ പേര് പറഞ്ഞ് അണികളെ ആവേശത്തിലാക്കുന്നതെന്നും കോടിയേരി തലശ്ശേരിയിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഇന്നലെ കൊല്ലത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും പ്രധാനമന്ത്രിയുടെ പദത്തിന് യോജിക്കാത്തതുമാണ്. ഒരു RSS പ്രചാരകന്റെ നിലയിലാണ് ഇന്നലെ പ്രധാനമന്ത്രി കൊല്ലത്ത് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ശബരിമല സുപ്രീം കോടതി വിധി നടപ്പാക്കിയതിനെ പരാമർശിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പാക്കാൻ കേരള ഗവൺമെന്റ് ശ്രമിച്ചത്. ഭരണഘടനാ ബെഞ്ചിൻ്റെതാണ് ആ വിധി. ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC ജീവനക്കാർ പ്രഖ്യാപിച്ചിരുന്ന സമരം ഹൈക്കോടതി തടഞ്ഞു. പണിമുടക്കിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായത്. ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുക്കാൻ കോടതി തൊഴിലാളി സംഘടനകളോട് നിർദ്ദേശിച്ചിരുന്നു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മുനമ്പം മനുഷ്യക്കടത്തിൽ ദില്ലിയിലെ അന്വേഷണം വ്യാപകമാക്കി പോലീസ്. ദില്ലിയിൽ നിന്നും കേരളത്തിലെത്താൻ 8 പേർക്ക് ടിക്കറ്റ് എടുത്തു നൽകിയ വനിതാ ഏജന്റിനെ പോലീസ് ചോദ്യം ചെയ്തു. വിദേശത്തേക്ക് പോകുന്നവരുടെ സ്ഥലക്കച്ചവടത്തിന് സഹായിച്ചതായി സംശയിക്കുന്ന വസ്തുവിൽപ്പനക്കാരനെയും ചോദ്യം ചെയ്തു. വിദേശത്തേക്ക് കടന്നെന്ന് സംശയിക്കുന്ന വിവരങ്ങൾക്കായി അംബേദ്കർ കോളനി കേന്ദ്രീകരിച്ച് പോലീസ് തെരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്. സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജന്റായ സ്ത്രീയാണ് മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നെന്ന് സംശയിക്കുന്ന 8 ദില്ലി സ്വദേശികൾക്ക് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തു നൽകിയത്. ഇവരെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. കമ്മീഷന് വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തു നൽകിയതെന്ന് ചോദ്യം ചെയ്യലിൽ സ്ത്രീ പോലീസിനോട് പറഞ്ഞു. നിരവധി പേർ ദില്ലി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ സ്ഥലം വിറ്റ് വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തുവിൽപ്പനക്കാരൻ സോനു നാടുവിടുന്നവരെ സ്ഥലക്കച്ചവടത്തിന് സഹായിച്ചതായി പോലീസിന് സംശയമുണ്ട്. ഇയാളെയും പോലീസ് ചോദ്യം ചെയ്യും. ഇതുകൂടാതെ വിദേശത്തേക്ക് കടന്നവർ തങ്ങൾ സുരക്ഷിതരാണെന്ന് കാണിച്ച് വീഡിയോ കോൾ ചെയ്യുകയും ഈ രീതിയിൽ കൂടുതൽ ആളുകളെ നാടുകടക്കാനായി ക്യാൻവാസ് ചെയ്തതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്.
കോളനിയിൽ നിന്നും നാടുവിട്ടതായി സംശയിക്കുന്നവരുടെ മേൽവിലാസങ്ങളിൽ കേരള പോലീസ് പരിശോധന ഇന്നും തുടർന്നു. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്ക് സ്ഥലം മാറ്റം. സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ ഉൾപ്പെടെ 4 പേരെയാണ് വിവിധയിടങ്ങളിലേക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സഭയുടെ വിശദീകരണം. എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവ് പ്രതികാര നടപടിയാണെന്നും കുറവിലങ്ങാട് മഠം വിട്ടുപോകില്ലെന്നും കന്യാസ്ത്രീമാർ പ്രതികരിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, അൻസിറ്റ എന്നിവരെയാണ് വിവിധയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് മദർ സുപ്പീരിയർ ജനറൽ ഉത്തരവിറക്കിയത്. സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലെ അമൃത്സറിലേക്കും, സിസ്റ്റർ ജോസഫിനെ ജാർഖണ്ഡിലെ ലാൽമട്ടിയയിലേക്കും, സിസ്റ്റർ ആൽഫിയെ ബീഹാറിലെ പകർത്തലയിലേക്കും, സിസ്റ്റർ അൻസിറ്റയെ കണ്ണൂർ പരിയാരത്തിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. ജനുവരി 3-ാം തീയതിയാണ് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ സുപ്പീരിയർ റിജീന കടംതോട്ട് ഉത്തരവ് അയച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകൾ സഭാവിരുദ്ധമായി അച്ചടക്കലംഘനം നടത്തിയതായി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം പീഡന പരാതി നൽകിയ കന്യാസ്ത്രീക്ക് സ്ഥലം മാറ്റമില്ല. ഇവർ കുറവിലങ്ങാട് മഠത്തിൽ തുടരും. സ്ഥലം മാറ്റം ലഭിച്ച കന്യാസ്ത്രീകളോട് 2018 മാർച്ചിൽ ഇതേ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിരുന്നതായും അതിനാൽ ഇപ്പോഴത്തെ സ്ഥലം മാറ്റം സ്വാഭാവിക നടപടിയാണെന്നും വിശദീകരിക്കുന്നുണ്ട്. അതേസമയം സ്ഥലം മാറ്റ ഉത്തരവ് പ്രതികാര നടപടിയാണെന്ന് കന്യാസ്ത്രീകൾ തുറന്നടിച്ചു. ഞങ്ങളെ എങ്ങനെയെങ്കിലും എല്ലാവരെയും പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യിച്ച് ഞങ്ങളെ മാനസികമായിട്ടും നമ്മുടെ പരാതിക്കാരെ സിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലി ഒക്കെ ഞങ്ങളെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ച് ഞങ്ങളെ ഒന്ന് ഇല്ലാണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുര്യാക്കോസച്ചൻ മരിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് തന്നെയാണിത്. കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കേസ് ദുർബലമാക്കാനാണ്. കുറുകാട് മഠത്തിൽ നിന്ന് പോകില്ലെന്നും ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെ ഉണ്ടാകുമെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ സർക്കാർ സമരക്കാരുമായി നാളെ ചർച്ച നടത്തും. താൽക്കാലികമായി സീവോഷ് നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഖനന ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഖനനത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. വിഷയത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സർക്കാർ ഇടപെടൽ വേണമെന്ന് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സീ വാഷിംഗ് നിർത്തിവെക്കാമെന്നും ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ സമിതിയെ വെക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു. അതേസമയം ശാസ്ത്രീയമായ ഖനനം തുടരും. ആലപ്പാടിന്റെ സംരക്ഷണവും ജനങ്ങളുടെ സ്വൈര്യമായ ജീവിതവുമാണ് സമരത്തിൽ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതിന് സഹായകരമായ നടപടികൾ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന ഉറച്ച ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. ആ സമരം നിർത്തണമെന്ന് ആവശ്യപ്പെടേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അല്ലല്ലേ, ഗവൺമെന്റാണ് അത് തീരുമാനിക്കേണ്ടത്. സമരക്കാരുമായി വ്യവസായ മന്ത്രി നാളെ ചർച്ച നടത്തും. ചർച്ചയിലൂടെ സമരം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. സമരക്കാരുമായിട്ടും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തീരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വ്യവസായ മന്ത്രി പറയുക. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടങ്ങുന്ന മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. വ്യവസായ മന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങൾ നൽകിയ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് തലസ്ഥാന നഗരി പ്രിയ സംവിധായകന് വിട ചൊല്ലിയത്. ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിലും പിന്നീട് കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജീവിതത്തിന്റെ എല്ലാ ടേക്കുകളും എടുത്ത ശേഷം വിശ്രമിക്കാൻ കിടക്കുന്നത് പോലെ ലെനിൻ രാജേന്ദ്രൻ നിശ്ചലനായി കിടന്നു. ഒരിക്കലും ഉണരാത്ത ആ ഉറക്കം ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാത്ത ഡയറക്ടർ ക്യാപ്പ് അപ്പോഴും ലെനിന്റെ തലയിൽ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിൽ നിന്നും ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് സ്നേഹിതരും വിദ്യാർത്ഥികളും അന്ത്യാഭിവാദ്യം നൽകി. ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തോട് യാത്ര ചോദിച്ച് ലെനിൻ പടിയിറങ്ങി. പിന്നെ തന്റെ കർമ്മമേഖലയായ വഴുതക്കാട്ട ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക്. കലാഭവൻ തിയേറ്ററിലെ തിരശീലയ്ക്ക് സമാന്തരമായി പാതിയിൽ മുറിഞ്ഞുപോയൊരു സിനിമാ കഥ പോലെ കഥാവശേഷനായി ലെനിൻ കിടന്നു. സിനിമാ തിയേറ്ററിലെ സ്പീക്കറിലൂടെ
ലെനിന്റെ സിനിമയിലെ ഗാനങ്ങൾ അപ്പോഴും ഒഴുകി വന്നു. സംസ്ഥാന മന്ത്രിമാരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രമുഖരും മുതൽ അതിസാധാരണക്കാർ വരെ പ്രിയ സംവിധായകന് അന്തിമോപചാരമർപ്പിച്ചു. സെല്ലുലോയിഡിനോട് എന്നേക്കുമായി വിട ചോദിച്ചുകൊണ്ട് 1:45 തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് പ്രിയ കൂട്ടുകാരൻ കവി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ കവിത ആലപിച്ചുകൊണ്ട് യാത്രാമൊഴി ചൊല്ലി. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സർക്കാർ ലെനിന് വിട നൽകിയത്. അടുത്ത ബന്ധുക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. വേനലായി, മഴയായി, മകരമഞ്ഞായി ഋതുപരിണാമങ്ങളെ സിനിമാ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന സംവിധായകന്റെ ദേഹം അഗ്നി ഏറ്റുവാങ്ങി. കൈരളി ടിവിക്ക് വേണ്ടി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ, മുഹമ്മദ് ആരിഫ്, ഉണ്ണിച്ചെറിയാൻ, B സുനിൽ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. അവസാനം 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 ഈ യാത്ര അവസാനം അവസാനമല്ലോ. S ജീവൻകുമാർ, തിരുവനന്തപുരം. ശബരിമലയിൽ ദർശനത്തിനെത്തിയ യുവതികളെ നീലിമലയിൽ തടഞ്ഞു. വ്രതമെടുത്ത് ദർശനത്തിനെത്തിയതാണെന്ന് അറിയിച്ചിട്ടും യുവതികളെ നീലിമലയിൽ തടയുകയായിരുന്നു. രേഷ്മ നിഷാന്ത്, ഷാനില സജേഷ് എന്നിവരാണ് ദർശനത്തിനെത്തിയത്. പ്രതിഷേധവുമായി എത്തിയ ഒരു സംഘമാണ് ഇവരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മല കയറാനാകാതെ മടങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 4:00-ഓടെയാണ് കണ്ണൂർ സ്വദേശികളായ 2 യുവതികൾ ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയത്. തുടർന്ന് മലചവിട്ടി മുന്നോട്ട് പോയ യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. 2 യുവതികളടങ്ങിയ 9-അംഗ സംഘത്തെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ആദ്യം പിന്മാറാൻ തയ്യാറല്ലെന്ന് ഇവർ പോലീസിന് നിലപാട് അറിയിച്ചു. എന്നാൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. കാര്യമറിയാതെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും സ്ഥലത്ത് തമ്പടിച്ചു. പൂർണ്ണമായും വഴി തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയ തീർത്ഥാടകരും സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരും കുരുക്കിൽപ്പെട്ടു. ഇത് നീലിമല ഭാഗത്ത് ഏറെ നേരം വലിയ തിരക്ക് സൃഷ്ടിച്ചു. മറ്റ് തീർത്ഥാടകരുടെ സുഗമ ദർശനത്തിന് പ്രതിഷേധം തടസ്സം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ പോലീസ് യുവതികളുമായി സംസാരിക്കുകയും ഇവരെ പോലീസ് വാഹനത്തിൽ പമ്പയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന് നേരെയും മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കല്ലേറുണ്ടായി. തുടർന്ന് അക്രമങ്ങളിൽ പങ്കെടുത്ത 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടു. നേരത്തെയും രേഷ്മ നിശാന്ത് ശബരിമല ദർശനത്തിനായി എത്തിയിരുന്നു. അന്നും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു. ശബരിമല അടയ്ക്കാൻ 3 നാൾ ശേഷിക്കെ വ്രതാനുഷ്ഠാനമായി ശബരിമലത്തെ യുവതി തടഞ്ഞുകൊണ്ട് സംഘപരിവാർ വീണ്ടും കലാപത്തിന് ശബരിമലയിൽ കോപ്പുകൂട്ടുകയാണ്. എന്നാൽ ഈ കലാപ നീക്കത്തെ മുളയിൽന്നുള്ളാൻ പോലീസിനായി. പമ്പയിൽ നിന്നും ക്യാമറാൻ PP സലീമിനൊപ്പം VS അഭിരാം. വ്രതമെടുത്ത് ദർശനത്തിനെത്തുന്നവരായാലും അവരെ തടയുന്നത് അനീതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അക്രമികൾ സ്വയം പിന്തിരിയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് ശബരിമലയിൽ പുലർത്തുന്നത് തികഞ്ഞ സംയമനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ പാടില്ല. അവിടെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ തടയുന്നത് അന്യായമാണ്, അനീതിയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് അവിടെ വളരെ വളരെ ആത്മസംയമനം പാലിക്കുകയും ശബരിമല സന്നിധാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരു കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള അക്രമി സംഘങ്ങൾക്ക് പേക്കോത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടി എത്തുന്നതായിട്ടുള്ള ആളുകളാണ് തിരുത്തേണ്ടത്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് 7-8 പേരടങ്ങുന്ന സംഘമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ അക്രമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. യുവതികളെ ശബരിമല അരവണ കൌണ്ടറിലും കൊപ്രാക്കളത്തിലും ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത ശുദ്ധ അസംബന്ധമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇന്ന് സന്നിധാനത്ത് യുവതികൾ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഇന്ന് യുവതികൾ എത്തിയതായിട്ട് ചില ചാനലുകളിൽ വാർത്ത വന്നത് ഇവിടെ വന്നതായി ദേവസ്വത്തിൻ്റെ ചുമതല ഏർപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ മറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ലഭ്യമാകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു ചാനലിൽ നമ്മുടെ അരവണ പ്ലാന്റിൽ ഇങ്ങനെ യുവതികളെ സംരക്ഷിക്കുന്നതായി ഒരു വാർത്ത വന്നു. അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. അത്തരത്തിലൊരു വാർത്ത ഈ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ വാർത്ത അത്തരത്തിൽ ആ ചാനൽ പുറത്തുവിട്ടത് ഒഴിവാക്കേണ്ട ഒരു സംഗതി തന്നെയാണെന്നാണ്
എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെയുള്ള ആരും തന്നെ ഇവിടെ നമ്മുടെ സംരക്ഷണയിലോ കൊപ്രാക്കളത്തിലോ ഉള്ളതായി എൻ്റെ ശ്രദ്ധയിലോ ആരും പറഞ്ഞുള്ള അറിവിലോ ഇല്ലാത്തതാണ്. അത് ഈ ചാനൽ മുഖേനയാണ് എനിക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. അരവണ പ്ലാന്റിൽ പൂർണ്ണമായി എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ സ്ത്രീ എന്നുള്ളത് മാത്രമല്ല, എന്ത് സംഭവിച്ചാലും ആ നിമിഷം തന്നെ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് ഞാൻ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഈ വിവരം നൽകുന്നത്. ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കാത്തതുകൊണ്ടാണ് കൊല്ലം ബൈപ്പാസ് പരിപാടിയിൽ താൻ പങ്കെടുക്കാതിരുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ മെട്രോയിൽ കയറിയ കുമ്മനത്തിന്റെ അവസ്ഥ ആകുമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എനിക്ക് മറ്റൊരു കാര്യത്തിൽ ആഹ്ലാദമുണ്ട്. ഇന്നലത്തെ പരിപാടി, കൊല്ലത്തെ പരിപാടി, ആ പരിപാടി 2 പരിപാടി ഉണ്ടായിരുന്നു കൊല്ലത്ത്. ഒന്നിൽ ഞാൻ പോയില്ല. ഞാൻ ഔദ്യോഗികമായി ആരും അല്ലാത്തത് കൊണ്ട് എന്തിനവിടെ പോകണം? ഇനി ആരെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കണ്ട. പണ്ട് കുമ്മനം ട്രെയിനിൽ കയറിയത് വാർത്തയായതുപോലെ അത് ഒഴിവാക്കേണ്ടത് കൊണ്ട് ഞാൻ അവിടേക്ക് നാഷണൽ ഹൈവേയുടെ പരിപാടിക്ക് ഞാൻ പോയില്ല. KPCC പുനഃസംഘടന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം. ഫെബ്രുവരി 20 മുൻപ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. സംഘടനാ ചുമതലയുള്ളവർ മത്സരിക്കണോ എന്ന ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. സംസ്ഥാന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. അതേസമയം KPCC പുനഃസംഘടന വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചാരണ സമിതി ചെയർമാൻ K മുരളീധരൻ എന്നിവരാണ് ഡൽഹിയിൽ മുകുൾ വാസ്നിക്കുമായി ചർച്ച നടത്തിയത്. കേരള ഹൌസിൽ 3 നേതാക്കളും പ്രത്യേകം ചർച്ച നടത്തിയ ശേഷമായിരുന്നു മുകുൾ വാസ്നിക്കുമായുള്ള കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പിനുള്ള വിവിധ കമ്മിറ്റികളുടെ രൂപീകരണമായിരുന്നു ചർച്ചാ വിഷയം. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. 20-ഓടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശവും ആ രൂപത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കിയായിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഒരു നിയോജകമണ്ഡലത്തിൽ വിജയസാധ്യത തെളിഞ്ഞ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വരിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രം പുനഃസംഘടന എന്ന് ദില്ലി കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്തിയാൽ ഭിന്നതയുണ്ടാകും. പ്രചാരണം, ഏകോപനം, സ്ഥാനാർത്ഥി നിർണയം, മാധ്യമ കമ്മിറ്റികൾ എന്നിവയ്ക്ക് രൂപം നൽകും. സമിതികളിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കമ്മിറ്റി പ്രഖ്യാപനം രാഹുൽ ഗാന്ധി വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ ശേഷം മാത്രമേ നടക്കൂ. ഓരോ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട 3 പേരുടെ പട്ടിക സമർപ്പിക്കാനും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 29-ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും നേതാക്കൾ അവലോകനം ചെയ്തു. ഇതിനിടയിൽ മുൻ DCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ KPCC പുനഃസംഘടന വൈകുന്നതിൽ അതൃപ്തി അറിയിച്ചു. പ്രചാരണ സമിതിയിൽ ഉൾപ്പെടുത്തിയാൽ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.